ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ചെമ്പനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിയുന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ ചന്ദ്രമതി രവി അച്ഛനോട് വർഷയുടെ അച്ഛനെ പോയി കാണാൻ പറയുന്നുണ്ട്. അപ്പോൾ വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ എന്ത് സംസാരിക്കാനാണ് അവരോട് പോയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, നിങ്ങളും അദ്ദേഹത്തെ പോലെ തന്നെ ഇവിടെ മെയിനായിട്ട് നിൽക്കേണ്ടതാണ്, നിങ്ങൾ അതിഥിയായിട്ട് വന്നതല്ല, നിങ്ങളുടെ മരുമക്കളുടെ ഫംഗ്ഷനാണ് ഇവിടെ നടക്കുന്നത്, അതുകൊണ്ട് നിങ്ങളും ഇതിൽ മെയിനാണ്, വരുന്നവരെയൊക്കെ നിങ്ങളും സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് പോയി പറയാൻ വേണ്ടി പറയും. അപ്പോഴത്തേക്കും നമ്മുടെ അശോകൻ അങ്കിൾ ചോദിക്കും, ശ്രുതിയുടെ അച്ഛൻ വന്നോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയും, ഇല്ല, ഇനിയും എത്തിയില്ല, വന്നിട്ടില്ല അദ്ദേഹം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ചന്ദ്രമതി അവിടെ നിന്ന് പോകും. എന്നിട്ട് നമ്മുടെ രവി അച്ഛനാണെങ്കിൽ അശോകനങ്ങളോട് പറയും, അതെ ചന്ദ്ര പറയുന്നത്, ഈ കാര്യത്തിൽ ചന്ദ്ര പറയുന്നത് ശരിയാണ്, ഞാനിങ്ങനെ അദ്ദേഹത്തോടൊന്നും പറയാതെ മിണ്ടാണ്ട് നിന്നതിന് പിന്നെ അത് മതി, എന്തെങ്കിലും ഒരു കാരണം മതിയല്ലോ പറയാൻ വേണ്ടിയിട്ടെന്ന് പറയും. എന്തെങ്കിലും ഒന്ന് മിണ്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അശോകനങ്ങളെയും വിളിച്ചിട്ട് പോകുമ്പോഴത്തേക്ക് സച്ചി ഇങ്ങനെ തടയും, അയ്യോ എന്നെ ഒറ്റക്കാക്കിയിട്ട് പോവല്ലേ അച്ഛാ, ഇവിടെ ഇരിക്കുക അച്ഛാ എന്നൊക്കെ പറയും. അപ്പോൾ രവി അച്ഛൻ പറയും, ഞാനിപ്പം അദ്ദേഹത്തോടൊന്ന് സംസാരിച്ചിട്ട് വേഗം വരാം, പെട്ടെന്ന് വരാം, ഒന്ന് വിട്, ഞാനിപ്പോൾ വരാമെന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ രവി അച്ഛനും അശോകൻ അങ്കിളും കൂടെ പോകും. അപ്പോൾ ദാമു പിന്നെയും സച്ചിയോട് മുട്ടാൻ വേണ്ടി വരും. എന്നിട്ട് ഹലോ ബോസേ എന്നൊക്കെ വിളിക്കും, എന്നിട്ട് എന്നെ കണ്ട ഓർമ്മയുണ്ടോ എന്നൊക്കെ പറയും. അപ്പോൾ സച്ചി പറയും, ആ ഉണ്ട്. അപ്പോൾ എങ്ങനെയും ചോദിക്കും ദാമു. അപ്പോൾ പറയും, ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്തിരിക്കുമല്ലേ എന്നിങ്ങനെ പറയും. അപ്പോൾ അവിടെ ദാമു പറയും, തമാശക്കാരൻ, പണ്ടീ തമാശക്കാരനാണ് ബോസ് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ സച്ചി ഇങ്ങനെ നോക്കും, എന്നിട്ട് എന്നെ കണ്ട ഓർമ്മയില്ലേ, ഞങ്ങൾ ഒരുമിച്ച് ബാറിൽ അടിച്ചിട്ടുണ്ട്, നിങ്ങൾ എനിക്ക് ഓംലേറ്റ് വാങ്ങി തന്നിട്ടുണ്ട്, ഞാൻ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും നിങ്ങൾ ബോസിൻ്റെ പൈസ കൊടുത്തു, പക്ഷേ എനിക്ക് എന്താ പറയുക, കടം മേടിച്ചു തന്നല്ലോ, അപ്പോൾ കടായല്ലോ, അതെനിക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണെന്നൊക്കെ പറയും. അപ്പോൾ സച്ചി പറയും, ആണോ, എപ്പോൾ നമ്മൾ തമ്മിൽ ബാറിൽ അടിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. സച്ചിക്ക് ഓർമ്മയും വരുന്നില്ല, എന്നാലും ഇങ്ങനെ വിശ്വസിപ്പിക്കും, എനിക്ക് ഓർമ്മ വരുന്നില്ല, നിങ്ങളെ കണ്ടതായിട്ടേ ഓർമ്മ വരുന്നില്ല എന്നിങ്ങനെ പറയും. അപ്പോൾ ദാമു ആണെങ്കിൽ അങ്ങനെ തന്നെ പറയും, നമ്മൾ ഒരുമിച്ച് അടിച്ചിട്ടുണ്ട്, ഓംലേറ്റ് വാങ്ങി തന്നൊന്നും ഓർമ്മയില്ലേ ബോസിനെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അടിച്ചേൽപ്പിക്കാൻ നോക്കും. സച്ചി വീണ്ടും പറയും, ആണോ, അങ്ങനെയാണോ, എനിക്കങ്ങനെ നിങ്ങളെ മുഖം തീരെ ഓർമ്മ കിട്ടുന്നില്ല എന്നൊക്കെ പറയും. എന്നിട്ട് സച്ചി പറയും, ഞാൻ സ്നേഹത്തോടെ വാങ്ങിച്ചു തന്നതല്ലേ, അതുകൊണ്ട് എനിക്കൊന്നും തിരിച്ചൊന്നും വേണ്ട എന്നിങ്ങനെ പറയും. സ്നേഹത്തോടെ വാങ്ങിച്ചു തന്നതിന് പകരമായിട്ട് എനിക്കൊന്നും വേണ്ട, അങ്ങനെ വാങ്ങുന്നത് എനിക്കിഷ്ടമല്ല എന്നൊക്കെ ഇങ്ങനെ സച്ചിയും പറയും. എന്നിട്ട് ദാമു പിന്നെ അവിടെ എന്താ പറയുക, ഒരു തരത്തിലും അടുക്കുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ ദാമു ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മുടെ രവിയച്ഛൻ നമ്മളെ സംസാരിക്കാൻ പോയല്ലോ വർഷയുടെ അച്ഛനോട്. വർഷയുടെ അച്ഛൻ മൈൻഡാക്കിയില്ല, കണ്ടിട്ടും മൈൻഡാക്കിയില്ല കേട്ടോ. എന്നിട്ട് അശോകനങ്ങളിങ്ങനെ മാറ്റി നിർത്തി പറയും, നിന്നെ കണ്ടിട്ടും മധുസൂദനം മൈൻഡാക്കിയില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ രവിയച്ഛൻ ഇങ്ങനെ പറയും, അത് പിന്നെ പണ്ടേ അയാൾക്കുള്ള ശീലമാണ്, പുറത്ത് വെയിറ്റ് ചെയ്യിപ്പിക്കുക, അയാൾ കാണാൻ വേണ്ടി സംസാരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്, ഇപ്പോൾ അതിനെ തുടരുവാണ്. പിന്നെ നമ്മൾ അവരത്രയില്ലല്ലോ പൈസക്കാരൊക്കെ, നമ്മുടെ മഹിമ ചന്ദ്രമതി പറഞ്ഞിട്ട് ശ്രുതി റെഡിയില്ല, ശ്രുതി എവിടെയെന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ ചന്ദ്രമതി അച്ഛനല്ലേ എൻ്റെ മകൻ, അയാളുടെ മകളെ കിട്ടി അയാൾക്ക് ഇപ്പോൾ അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറയും. ഏകദേശം ചന്ദ്ര പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറയും. അയാളുടെ ചന്ദ്ര വർത്താനം പറയുന്നതായിരുന്നു വർക്ക് ചെയ്തതല്ലേ, ഉണ്ടായതല്ലേ എന്ന് പറയും. അശോകനങ്ങൾ ചോദിക്കും, അതെ ഞങ്ങളോട് തന്നെ ഒരു മോളുടെ അല്ലേ നടക്കേണ്ടത്, അയാൾ അങ്ങനെയല്ലേ വർത്താനം പറയുന്ന ആള് ചന്ദ്രരാജൻ സാരില്ല, രണ്ട് മരുമക്കൾ എനിക്ക് ഒരുപോലെയാണ്, ഏത് മൂത്തതും വർത്താനൊക്കെ പറയും, രണ്ടാൾ എനിക്ക് ഒരുപോലെയാണ്, അതിൽ ഭാഷയുടെ തന്നെ നടക്കട്ടെ, ഇത് നിങ്ങൾ നടക്കുന്ന ചടങ്ങല്ലേ, നിങ്ങളെ ഞാൻ സർവീസിലിരിക്കും, നിങ്ങളുടെ മകളുടെ ചുറ്റും നടക്കട്ടെ ഇങ്ങനെ പറയും ഡ്രൈവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പുകഴ്ത്തി പറയും. നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഗ്രേറ്റ് ആണ്, ബാമ നമുക്ക് വർഷയെ വിളിച്ചിട്ട് വന്നിട്ട് ചന്ദ്രമേലെ താഴെ നിന്ന് നോക്കാതെ പാവപ്പെട്ട എന്തോ ഒരു സംശയം പോലെ നിങ്ങൾ ഇയാളുടെ മകനെ നിങ്ങളുടെ മകളുടെ കെട്ടിച്ചു കൊടുത്താൽ യു ആർ ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കൂടെ വർക്ക് ചെയ്ത ആൾ അപ്രിഷ്യേറ്റ് ചെയ്യും. പക്ഷേ അതൊന്നും മധുസൂദന് ഇഷ്ടമായില്ല. അപ്പോൾ എന്ത് ചെയ്യാനാ, കുപ്പത്തൊട്ടിയിലുള്ളവർ പെട്ടെന്ന് തങ്കമാളികയിലെത്തി, അതന്നെ ഓരോരുത്തരുടെ യോഗം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. പക്ഷേ അയാൾ പറയും, എനിക്ക് താങ്കൾ പറഞ്ഞാൽ മനസ്സിലായില്ല എന്ന് പറയും. അപ്പോൾ മധുസൂദനം പറയും, ഒന്നുമില്ല, നമുക്ക് മൂർത്തി സാർ അവിടെ വന്നിട്ടുണ്ടാവും, നമ്മൾ അന്വേഷിക്കുന്നുണ്ടാവും, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകും വർഷയുടെ അച്ഛനും ആ ഫ്രണ്ടും. അപ്പോൾ അശോകനങ്ങൾ ഇങ്ങനെ രവിയച്ഛനോട് ചോദിക്കും, അവൻ എന്താ പറഞ്ഞതെന്ന് മനസ്സിലായോന്ന്. അപ്പോൾ രവിയച്ഛൻ പറയും, നമ്മൾ കുപ്പത്തൊട്ടിയിലുള്ളവരും അവൻ തങ്കമാളിയിൽ താമസിക്കുന്നവരും എന്നാണ് പറഞ്ഞതെന്ന് എനിക്കറിയാം, ഇതൊക്കെ ഞാൻ വേണ്ടാന്ന് വെക്കുവാണ്, വിഷമത്തോടെ തന്നെ ഇമോഷണലായിട്ട് തന്നെ പറയും. അങ്ങനെ അതവിടെ കഴിയും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രവിയച്ഛനെ വന്നിട്ട് ചന്ദ്രമതി വിളിക്കും, അതായത് വർഷയുടെ ഇത് ആദ്യം നടത്തട്ടേന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുക. അപ്പോൾ രവിയച്ഛൻ പറയും, ആദ്യം ശ്രുതിയുടെ അല്ലേ നടത്തേണ്ടത്, അവളിൽ മൂത്ത മരുമകൾ എന്നൊക്കെ പറയും. അപ്പോൾ ചന്ദ്രമതി പറയും, അതിന് അവളുടെ അച്ഛൻ എത്തിയിട്ടില്ലല്ലോ ഇതുവരെ, അവളുടെ കല്യാണവും അവളുടെ അച്ഛനെ കാണാൻ പറ്റില്ല, എന്നാൽ പിന്നെ ഈ താലി പിരിച്ച് ഓർക്കൽ ചടങ്ങെങ്കിലും കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, ആദ്യം വർഷയുടെ നടത്താം, അതല്ലേ നല്ലത് എന്ന് ഇങ്ങനെ പറയും.
അപ്പോൾ രവി അച്ഛൻ ഇങ്ങനെ പറയും ഓക്കെ എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, രവി അച്ഛൻ ഇങ്ങനെ പ്രശ്നം പറയില്ല. അപ്പോൾ ഇതിലിടക്ക് നമ്മുടെ ശ്രുതി വന്നിട്ട് പറയും അതെങ്ങനെ ശരിയാവും, ശ്രുതിയല്ലേ മൂത്ത മരുമകൾ, ശ്രുതിയല്ലേ സീനിയർ, അവളുടെ ആദ്യം നടക്കട്ടെ, കുറച്ച് സമയം വെയിറ്റ് ചെയ്യും, അവളുടെ അച്ഛൻ വരും എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ചന്ദ്ര പറയും വെയിറ്റ് ചെയ്യട്ടെ, ശ്രുതി വെയിറ്റ് ചെയ്യട്ടെ, ആദ്യം വർഷമായിട്ട് നടക്കട്ടെ, ജൂനിയർ സീനിയർ ഇതിൽ ശ്രുതി ജൂനിയർ എന്നങ്ങ് വിചാരിച്ചാൽ മതി എന്നിങ്ങനെ പറയും. എന്നിട്ട് വീണ്ടും ശ്രുതി ഇങ്ങനെ പറയും കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ പറ അച്ഛ, അമ്മ അവളുടെ അച്ഛനിപ്പം വരും, ശ്രുതിയല്ലേ സീനിയർ എന്നൊക്കെ പറയും. എന്നിട്ട് നേരെ നമ്മുടെ എന്താ പറയുക ശ്രുതിയുടെ അടുത്തേക്ക് പോകും ശ്രുതി. എന്നിട്ട് നിൻ്റെ അച്ഛൻ വരും, നിൻ്റെ അച്ഛൻ വരുന്ന ഫ്ലൈറ്റ് നമ്പറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറ എന്ന് പറയും, എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ പറ എന്ന് പറയും. അപ്പോൾ ശ്രുതി പറയും എനിക്കൊന്നും അറിയില്ല എന്നിങ്ങനെ പറയും. ശ്രുതി ഇങ്ങനെ എന്താ പറയുക പറയും അവർ ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ എത്താനും അറിയാം, അവർ വന്നോളൂ എന്നൊക്കെ പറയും. ശ്രുതി എന്ത് പറഞ്ഞിട്ട് നിൽക്കുന്നില്ല, നീ ഇങ്ങനെ വരും എന്നൊക്കെ പറയുന്നു, വരുമോ, നീ എന്നോടങ്ങ് സത്യം പറ, വരുമോ ഇല്ലയോ എന്നോടങ്ങ് സത്യം പറ, നിൻ്റെ പപ്പ വരുമോ എന്നൊക്കെ ചോദിക്കും. ശ്രുതി ആണെങ്കിൽ വരും, ഞാൻ കള്ളം പറയുന്നതാണോ ശ്രുതി കരുന്നതെന്ന് എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ ശ്രുതി പറയും നിൻ്റെത് രണ്ടാമത് നടത്താൻ പോകുന്ന ചടങ്ങ് എന്നിങ്ങനെ പറയും. അപ്പോൾ ശ്രുതി പറയും അതിനെന്താ നടത്തിക്കോട്ടെ, ഇത് വർഷയുടെ വീട്ടുകാർ നടത്തുന്നില്ല, വർഷേൻ്റെ ആദ്യം നടത്തിക്കോട്ടെ എന്നിങ്ങനെ പറയും. ശ്രുതിക്ക് പക്ഷേ അതും തീരെ ഇഷ്ടമായില്ല. ശ്രുതി അങ്ങോട്ടേക്ക് പോകും, ശ്രുതി ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ അങ്ങ് പറഞ്ഞേക്കും. എന്നിട്ട് നമ്മുടെ മീരയോട് ശ്രുതി ഇങ്ങനെ പറയും എന്താ ചെയ്യുന്നുള്ള രീതിയിൽ. അപ്പോൾ മീര പറയും എന്തായാലും ഒരു പ്രശ്നം നടന്നിരിക്കും, സച്ചിയെ നിൻ്റെ ചടങ്ങുകളൊക്കെ സച്ചിയെ കുടിപ്പിച്ച് കിടത്തും, സച്ചിയുടെ പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ ഇങ്ങനെ ശ്രുതിയോട് മീര പറയും. അതിൻ്റെ ഒരു സമാധാനത്തിൽ ശ്രുതി അവിടെ നിൽക്കും. എന്നിട്ട് പിന്നെ അപ്പോഴത്തേക്കും മഹിമ അവിടെ വരും. മഹിമ അവിടെ വന്നിട്ട് ശ്രുതി നീ റെഡിയായോ എന്തുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ശ്രുതി പറയും റെഡിയായി എനിക്ക് എന്നറിയും. അപ്പോൾ എന്നിട്ട് നിൻ്റെതല്ലേ ആദ്യം നടത്താൻ തീരുമാനിച്ചത്, നിൻ്റെത് ഇപ്പോൾ വർഷയുടേത് ആദ്യം നടത്തുന്നത്, നിൻ്റെ രണ്ടാമത് നടത്തുന്നതെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ ശ്രുതി പറയും നിനക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കും മഹിമ. ശ്രുതി പറയും എനിക്കെന്ത് പ്രശ്നം, എനിക്കൊരു കുഴപ്പമില്ലെന്ന് അങ്ങനെ പറയും. അപ്പോൾ മഹിമ ചോദിക്കും അല്ല നിങ്ങൾ രണ്ടാളും എൻ്റെ മോളും നീയും ഒരുമിച്ച് താമസിക്കേണ്ടതാണ് ഇനി, അപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ലല്ലോ, ആദ്യം നിൻ്റെ നടത്താൻ തീരുമാനിച്ചത് പിന്നെന്താ ഇപ്പം മാറിയത് ഇങ്ങനെ ചോദിക്കും, എന്താ കാരണം എന്ന് ചോദിക്കും. അപ്പോൾ ശ്രുതി പറയും അത് പിന്നെ എൻ്റെ അച്ഛൻ വരുന്നുണ്ട്, മലേഷ്യയിൽ നിന്ന് വരുന്നുണ്ട്, അച്ഛൻ വരാൻ ഇത്തിരി ലേറ്റാവും, അതുകൊണ്ടാണ് അച്ഛൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, അതുകൊണ്ടാണ് വരാൻ താമസിക്കുന്നത്, ഞാൻ വരാൻ ഇങ്ങനെ താമസിക്കുന്നതെന്ന് പറയും. അപ്പോൾ മഹിമ പറയും അപ്പോൾ അതാണ് കാരണം. പക്ഷേ ചന്ദ്രയുടെ അഭിനയം അടിപൊളിയാണ് കേട്ടോ, ചന്ദ്ര ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല, അവളുടെ അഭിനയം കൊള്ളാം കേട്ടോ എന്തായാലും ഇങ്ങനെ പറയും. അപ്പോൾ ഇങ്ങനെ വർഷയുടെ ചടങ്ങ് നടക്കാൻ പോവുകയാണ്, നിങ്ങൾ രണ്ടാളും കൂടെ അങ്ങോട്ടേക്ക് വാന്നിങ്ങനെ പറയും. അപ്പോൾ ശ്രുതി പറയും ഓക്കെ ആൻറ്റി ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കോളാം, ആൻറ്റി പൊയ്ക്കോളൂ നമ്മൾ അങ്ങോട്ടേക്ക് വന്നോളാം എന്നിങ്ങനെ പറയും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവിടെയാണ് കഴിയുന്നത്. ശ്രുതി ആകെ കുഴപ്പത്തിലാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ചെമ്പനീർ പൂവ് ഭയങ്കര ലാഗാണ് കേട്ടോ, ഭയങ്കര ലാഗ് അടിച്ച് കൊണ്ടുപോകണം. ഈ ഒരു സച്ചിയെ കസേരയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് തന്നെ 3-4 ദിവസം, ഈ ആഴ്ച ഫുൾ അവൻ കസേരയിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.